അടുത്ത് മലയാള സിനിമയ്ക്ക് പോകാതെ അല്ലാണ്ട് മലയാള സിനിമയുടെ പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. പുതുമയുള്ള സിനിമകൾ വരികയാണെങ്കിൽ കൃഷ്ണൻ രാജൻ പോലുള്ള നല്ല സിനിമകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഉണ്ടാവുമെന്ന് ഞാൻ തന്നെ തെളിയിച്ചു. പുതിയ നായികയുടെ പേരെന്താണ്? 8 നായികമാരാണ്. ഒന്നിന്റെ പേര് ഇതിന്റെ പേര് ശില്പ. ഇതിന്റെ ഒരു പാട്ട് പാടണം ആ പുതിയ പടത്തിന്റെ. അത് കഴിഞ്ഞ് സാർ പാടും. അല്ല സാർ ഒന്ന് അത് സത്യം നിങ്ങൾ ഇന്നതിൽ ഇത്രയും മാന്യമായിട്ട് ചോദിച്ചതാണ്. ഒരു പാട്ട് സാറിന്റെ റിംഗ് ടോൺ വരെ അതാണ് മൊബൈലിലെ. നമുക്ക് ബന്ധങ്ങളെല്ലാം ബന്ധനം, മായകളല്ലോ ബന്ധങ്ങൾ, സ്നേഹമെല്ലാം ബന്ധനം, കുമിളകളല്ലോ സ്നേഹങ്ങൾ, കാഞ്ചന കൂട്ടിലെ തത്തമ്മയ്ക്കും ബന്ധനം, കാഴ്ച കൂട്ടിലെ സിംഹത്തിനും ബന്ധനം, കാഞ്ചന കൂട്ടിലെ തത്തമ്മയ്ക്കും ബന്ധനം, കാഴ്ച കൂട്ടിലെ സിംഹത്തിനും ബന്ധനം, ബന്ധങ്ങളെല്ലാം ബന്ധനം, മായകളല്ലോ ബന്ധങ്ങൾ, കൂട്ടുകുടുംബത്തിൽ സ്നേഹം കൂട്ടമായെത്തും, അണുകുടുംബത്തിൽ സ്നേഹം സ്വാർത്ഥമായി തീരും, കലഹം കൂടുമ്പോൾ സ്നേഹം കാപട്യം തീർക്കും, കാപട്യം തീർത്താൽ സ്നേഹം തീക്കനലായി മാറും, ചതിയും വഞ്ചനയും ആവർത്തനമാകുന്നു, നന്ദിയും നന്ദികേടും ആവർത്തനമാകുന്നു, ചതിയും വഞ്ചനയും ആവർത്തനമാകുന്നു, നന്ദിയും നന്ദികേടും ആവർത്തനമാകുന്നു, ബന്ധങ്ങളെല്ലാം ബന്ധനം, മായകളല്ലോ ബന്ധങ്ങൾ, സ്നേഹമെല്ലാം ബന്ധനം, കുമിളകളല്ലോ ബന്ധങ്ങൾ, കാഞ്ചന കൂട്ടിലെ തത്തമ്മയ്ക്കും ബന്ധനം, കാഴ്ച കൂട്ടിലെ സിംഹത്തിനും ബന്ധനം, ബന്ധങ്ങളെല്ലാം ബന്ധനം, മായകളല്ലോ ബന്ധങ്ങൾ. ഇതിന്റെ ലിറിക്സും മ്യൂസിക്കും പാടിയതൊക്കെ ഞാൻ തന്നെയാണ്. 8 പാട്ടും ഞാൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. പുതിയ പടത്തിലെ ഒരു ഡയലോഗ് സാർ പറയാം. ഡയലോഗ് സാർ. പുതിയ അടുത്ത സിനിമയില്ല ആക്ഷൻ കൂടി പുതിയ ഒരു സിനിമ പത്രക്കാരുള്ള ഒരു ആക്ഷൻ ഇട്ട് സാറ് ഒന്ന് നോട്ട് ചെയ്ത് ആലോചിച്ചിട്ടെ. മൂക്കിന് താഴെ കുറച്ച് ലോകം മുളച്ചെന്ന് കരുതി ആരും ആണാകില്ല. ചങ്കുച്ചു ചങ്കുരമ വേണം, അവനെ മാത്രമേ ആണെന്ന് വിളിക്കാൻ പറ്റൂ. അതല്ലാതെ ചെറുപ്പത്തിൽ അമ്മ പാടി തന്ന താരാട്ടുപാട്ടിന്റെ ഹാങ് ഓവർ മാറാതെ ജീവിക്കുന്ന നിന്നെയൊന്നും ആണുങ്ങൾക്കാക്കാൻ പറ്റില്ല. ആകാശത്തൂടെ പറന്നു നടക്കുന്ന പക്ഷേ ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ, പണിപ്പാളും. കാരണം ജിത്ത് വായിക്കൊന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല, എല്ലാം പോസിബിൾ ആണ്. ബിക്കോസ് ദ വേർഡ് ഇമ്പോസിബിൾ ഇറ്റ്സെൽഫ് മീൻസ് ഐ ആം പോസിബിൾ. ഓക്കേ, പണ്ഡിറ്റിന്റെ ഡയലോഗ് ഒരു 45 കിലോ ഉള്ള ഞാൻ 70 കിലോ ഉള്ള ഒരു പെണ്ണിനെ പിടിച്ച് പൊക്കുകയാണ്. അതിന്റെയൊക്കെ ബുദ്ധിമുട്ട് ഇവന്മാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പറഞ്ഞ മനസ്സിലായില്ല. എന്റെ 45 കിലോ 44 കിലോ എന്റെ തലയ്ക്കും ബാക്കിയെല്ലാം വാങ്ങോട്ട് 1 കിലോ, അങ്ങനെയാണ് 45. അപ്പൊ അതിലൊരു ഭയങ്കര എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. എന്റെ കൃഷ്ണൻ രാജ് എന്ന സിനിമയില് ആ ദേഹില്ല ദഹിക്കിപ്പോ ദാഹമില്ല എന്നതിന്റെ ഇടയിൽ ഞാൻ എന്റെ നായികയെ 3 പ്രാവശ്യം ഇങ്ങനെ കറക്കുന്നുണ്ട്. ദേഹില്ല ദഹിക്കിപ്പോ ദാഹമില്ല. ആ നായിക കുട്ടിക്ക് 70 കിലോ ആണ് സാർ. എന്റെ ഭാര്യക്ക് 85 കിലോമീറ്റർ ആണ്. കിലോ ആണ്. അതില് നമ്മളെ വിമർശകര് ഞാൻ നായികമാരെ പിടിച്ച് പൊക്കുന്നു എന്ന് പറയുമ്പോ അതിന്റെയൊക്കെ റിസ്ക് ആലോചിക്കണം. ആ കുട്ടി എങ്ങനെ താഴെ വീണുള്ള സ്ഥിതി ആലോചിച്ച് നോക്കും. അവര് പുതുതായിട്ട ടൈൽസ് ആണ്. ആ കുട്ടിയൊക്കെ വീണ് വല്ല ടൈൽസ് പൊട്ടിയാൽ ടൈൽസിനൊക്കെ എന്താ ടൈൽസ് അല്ല സാർ, കരിങ്കല്ല് പൊട്ടിപ്പോകും. ഇതേപോലുള്ള ഇത്തിരി റിസ്ക് എടുത്ത് ഞാൻ പൊക്കിയിട്ട് എന്നെ പറയാ ഈ ചങ്ങായി എല്ലാ നായികമാരും പൊക്കുന്നു. എനിക്ക് എന്റെ നായികമാർക്ക് പ്രശ്നമില്ല, ഇവന്മാർക്കൊക്കെ എന്താ പ്രശ്നം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഞാൻ 70 പൊക്കിയല്ലോ, ഇത് എങ്ങനെ സാധിക്കും? ജിമ്മിൽ പോയിട്ടുണ്ടോ? പണ്ട് പോയി. പ്രതിസന്ധിയെ കുറിച്ച് സാറാണ് കാരണം എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ കാരണം സാർ വിലയിരുത്തുന്ന ഏത് രീതിയിലാണ്? മലയാള സിനിമയുടെ പ്രതിസന്ധിയുടെ കാരണം അത് പലപ്പോഴും സാറാണെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറയട്ടെ സഹോദര, നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് ചിന്തിച്ചു നോക്ക്. മലയാളത്തിൽ ഇറങ്ങുന്ന കഴിഞ്ഞ ഒരു ലാസ്റ്റ് 20 years നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി കൊണ്ടാണ് ഞാൻ പറയുന്നത്, 95% 95% സിനിമകളുടെ പരാജയമാണ്. ഓക്കെ, അങ്ങനെയല്ലാന്നൊരു അഭിപ്രായം നിങ്ങൾക്കില്ലല്ലോ. ഓൾറെഡി 95% സിനിമ പരാജയം എന്ന് പറയുമ്പോൾ ഓൾറെഡി മുങ്ങി നിൽക്കുന്ന ഒരു കപ്പലാണ് മലയാള സിനിമ. അതിന് ഞാനായിട്ട് എന്ത് തകർക്കാനാണ്?
സാറിന്റെ ഈ കൃഷ്ണൻജാതി എന്നുള്ള ചിത്രത്തിലെ ഡയലോഗുകളെല്ലാം ഭയങ്കര ഫെമിലിയർ ആയിട്ടുണ്ട്. കോളേജ് ക്യാമ്പസുകളിൽ കുട്ടികൾ പരസ്പരം പറയുന്നതെല്ലാം താങ്കളെ പോലുള്ള SMS പോകുന്നത്, അതുപോലെ തന്നെ ഇത് മോർഫിംഗ് ചെയ്ത് അങ്ങനെ ഒരുപാട് നെറ്റിലൂടെയും ഒരുപാട് നമ്മളിത് കാണുന്നതാണ് താങ്കളുടെ ഈ ഡയലോഗുകൾ. ഈ ഡയലോഗുകൾ ഉദാഹരണത്തിന് ഈ കറുത്ത കോഴിയുടെ വെളുത്ത മുട്ട, ഈ പട്ടിയുടെ വാല്, ടൈഗർ ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾ, താങ്കൾ ഈ ഡയലോഗുകൾ, തീപ്പൊരി പറഞ്ഞ ഡയലോഗുകൾ, ആദ്യം സുരേഷ് ഗോപിയാണ് ഈ ഡയലോഗുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ താങ്കളിലേക്ക് എത്തിയിരിക്കുകയാണ്. താങ്കളുടെ ഈ ഡയലോഗുകൾ താങ്കളുടെ ജീവിതത്തിൽ നിന്ന് താങ്കൾക്ക് കിട്ടുന്നതാണോ അതോ താങ്കൾ ക്രിയേറ്റ് ചെയ്യുന്നതാണോ? എൻ്റെ ഒരു ഡയലോഗ് പ്രസന്റേഷൻ ഞാൻ സാധാരണ ഇതിൽ സംസാരിക്കുന്ന അങ്ങനെയാണ്. ശരിക്കും എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ പറഞ്ഞ പല വേർഡ്സും, അതാണ് ഞാൻ പറഞ്ഞത്. അതിലൊരു വേർഡ് എന്താണ്, പശുവിൻ്റെ പാൽ കുടിക്കാമെങ്കിൽ പശുവിൻ്റെ മാംസം കഴിച്ചൂടെ. അത് ശരിക്കും എന്നോട് ഒരാൾ ചോദിച്ചാണ്. അപ്പോൾ അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞാണ് ഓൺ ദ സ്പോട്ട്. ഞാൻ ഒരു ഇടക്കാലത്ത് വെജിറ്റേറിയൻ എഴുതി, ഇപ്പം നോൺ വെജിറ്റേറിയൻ. അപ്പം ഞാൻ അവരോട് പറഞ്ഞാണ്, അങ്ങനെയെങ്കിൽ ചെറുപ്പത്തിൽ അമ്മയുടെ പാല് നമ്മൾ കഴിക്കുന്നു, അമ്മ മരിച്ച അമ്മയുടെ ശവം തിന്നൂല എന്ന് ഞാൻ പറയുന്നത് ശരിക്കും എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞ ഡയലോഗ്സ് ആണ്. മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ എക്കാലത്തെയും ശക്തമായ